യാനിൻ്റെ കോളേജ് ലൈഫിലെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ആക്ച്വലി ഇവരുടെ കോളേജ് ടൈമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാവരും ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യവും ജോബിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഫ്രണ്ട് അവനക്കിപ്പോൾ ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. കാരണം അവനക്ക് ഇതുവരെ ഒരു ജോലി പോലും സെറ്റായിട്ടില്ല. പിന്നെ അവൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നുമുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ പറയുന്നുണ്ട്, നമ്മുടെ കൂടെ പോയിട്ട് നമ്മുടെ സീനിയേഴ്സിന് പോലും പലർക്കും ജോലി ആയിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് യാനെ നോക്കിക്കൊണ്ട് പറയും, അല്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ പോലെ ആകണം, ഇവനിക്കിതാ പഠിത്തം കഴിഞ്ഞതും ജോലി അപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു, അതും നല്ലൊരു കമ്പനിയിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ ഞാൻ പറയും, ആക്ച്വലി ഞാൻ അവരെ പോയിട്ട് ഇങ്ങനെ ജോലി ആവശ്യപ്പെട്ടതൊന്നുമല്ല, അവരിങ്ങോട്ടായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ഈ ഒരു പയ്യൻ പറയും, അത് ശരിയാ, നിനക്ക് എല്ലാത്തിലും അങ്ങനെ ഒരു ലക്കുണ്ട്. ഇനി ഈവൻ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും നിനക്ക് അങ്ങനെ തന്നെ, ആരെയും നീ അങ്ങോട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല, എല്ലാവരും നിന്റെ പിന്നാലെ ആയിരുന്നല്ലോ. എന്നാലോ നീ ആണെങ്കിൽ ഒറ്റ നിന്നോട് പോലും യെസ്സും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ അതേസമയം ഇവിടെ ഇഹെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇഫാൻ അവളിങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് ടൈമാണ്. എന്നിട്ട് ഒഴിവ് സമയം അവൾ ഓരോ ബുക്സൊക്കെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട ഒരു ജേർണലിസ്റ്റ് ഇവളെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ആക്ച്വലി അവൾക്കൊരു പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ജേർണലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുക, എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒരു റിപ്പോർട്ട് റെഡിയാക്കുക. അങ്ങനെ ഇവളെ കണ്ടപ്പോൾ ഇവൾക്ക് ഇതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവളോട് ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അവളുടെ ID കാർഡ് കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെട്ടത്, എന്താണ് റീസൺ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. എന്നാൽ ഇഫാന് അവളുടെ ഒരു പേഴ്സണൽ ലൈഫ് അത്ര അങ്ങോട്ട് വെളിപ്പെടുത്താൻ അവൾ താല്പര്യപ്പെടുന്നില്ല. അതിൽ പിന്നെ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന പെണ്ണ് എന്ന സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പോവുകയാണ്. എന്നാൽ ഇവളുടെ ഈ ഒരു ID കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ, അവൾ അതും നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ അമ്മ അവൾക്ക് വിളിക്കുന്നത്. അമ്മയാണെങ്കിലോ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കോളേജ് കഴിഞ്ഞത് കൊണ്ട് തന്നെ അവൾ അമ്മയുടെ അടുത്തോട്ടല്ലെങ്കിലും അമ്മയുടെ നാട്ടിലോട്ട് വരും എന്നൊരു സന്തോഷമാണ്. അമ്മയുടെ കൂടെ നിർത്താനൊന്നും അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല. എന്നിട്ട് ഭയങ്കര എക്സൈറ്റോട് കൂടിയിട്ട് നീ വരല്ലേ, എപ്പോഴാണ് പാക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് എത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഇവൾ പറയും ഞാൻ വരുന്നില്ല, അവൾ ഇവിടെ തന്നെ ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നു. അത് കേട്ടതും ഈ അമ്മ ആകെ അങ്ങ് വിഷമിക്കും. അമ്മ പറയും, എനിക്ക് നിന്നെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു നാട്ടിലോട്ട് തന്നെ വരാൻ പറയുമ്പോൾ ഇവൾ ഒന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, നിങ്ങൾക്ക് എന്നെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വർഷം ഇവിടെ ഈ ഒരു കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നത് ആകെ ഒരു തവണയാണ്. അതുമാത്രവുമല്ല ആ വന്നത് തന്നെ എൻ്റെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്ററിനെ ആ ഈ ഒരു നാട് കാണിക്കാൻ വേണ്ടിയിട്ട് അവളെയും കൊണ്ട് ട്രിപ്പ് വന്നതാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും ഈ അമ്മയ്ക്ക് ആകെ അങ്ങോട്ട് വിഷമമാകും. സത്യം അതാണെങ്കിലും എന്തായാലും ആ അമ്മ നിശബ്ദമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇനി ഇഫാനെ അവളുടെ അങ്കിളിനെയും ആൻറ്റിനെയും അമ്മയെയും ഒക്കെ നന്നായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് ആകെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് തന്നെ വരികയാണ്. എന്നാൽ ഇവൾ ഈ മഴത്ത് വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവൾ അങ്ങോട്ട് പോയതാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ ജോലി കഴിഞ്ഞ് വരുന്നതാണെന്നും വിചാരിച്ചിട്ട് നീ ഇന്ന് എന്താ ഇങ്ങനെ നനഞ്ഞു വരുന്നത്, കൂടെ എടുത്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ മുടിയെല്ലാം അവനിങ്ങനെ തോർത്തുകൊണ്ട് ഇങ്ങനെ തോർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ മുഖം കണ്ടിട്ട് നീ എന്താ ഇന്ന് ഭയങ്കര ടയേർഡായോ, ഭയങ്കര ജോലി വർക്ക് കൂടുതലായിരുന്നോ, ഇന്ന് റെസ്റ്റ് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ അത് കേട്ടതും ഇവൾക്ക് എന്തെന്നില്ലാത്ത ഭയങ്കര ഒരു വിഷമം വരുന്നുണ്ട്. എന്തായാലും ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവന് ഇഹേക്ക് പോവുകയാണ്. കാരണം അവൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഇഫാൻ പഠിച്ച അതേ കോളേജിൽ തന്നെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. വെറും കാണൽ മാത്രമല്ല, അവളിപ്പോൾ വെക്കേഷനൊന്നും ഇവിടെ നാട്ടിലോട്ട് വരുന്നില്ല. അവൾക്ക് ഏതൊരു ബോയ് ഫ്രണ്ട് സെറ്റായിട്ടുണ്ട്, അതും അവളെക്കാളും ഒരുപാട് ഏജ് കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ അമ്മക്ക് ഭയങ്കര വിഷമം, എന്താണെന്ന് ഒന്ന് അന്വേഷിക്കണം, അവൾ എന്തെങ്കിലും അപകടത്തിൽ പെടുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഏൽപ്പിച്ചതാണ് ഇവനെ. ഏതായാലും അവന് പോവുകയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇഫാന് എന്തോ ഒരു ഭയങ്കര വിഷമം വരും. എന്നാലും ഇങ്ങനെ ഒരു ആവശ്യമാണല്ലോ. പിന്നെ ഇവൾ പറയും, നീ അവളെ ഇങ്ങനെ കണ്ടിട്ട് വഴക്കൊന്നും കൂടരുത് കേട്ടോ, പിന്നെ നിനക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെങ്കിൽ എന്നോട് ഇതൊന്ന് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, എനിക്ക് അവിടെ പരിചയമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവളാണെങ്കിലോ പെട്ടെന്ന് ഇവനെ അങ്ങോട്ട് ഹഗ് ചെയ്യും. എന്നിട്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ കരയുകയാണ്. എന്നാൽ ഇവളുടെ ഈ ഒരു അപ്രോച്ച് കണ്ടിട്ട് ഞാൻ ഇവളോട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ ഇവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പകരം ഇവനെ ഒന്ന് അങ്ങോട്ട് കിസ് ചെയ്യും. അതും ഭയങ്കര ഫീൽ ആയിക്കൊണ്ടാണ് കിസ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ ഭയങ്കര ടയേർഡാണ്, റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവളുടെ റൂമിലോട്ട് പോവുകയാണ്. ഇവനിക്ക് എന്തോ ഒരു വശപശക്ക് തോന്നുന്നുണ്ട് അവളുടെ സ്വഭാവത്തിൽ. എന്തായാലും അവൾ അങ്ങനെ പോവുകയാണ്. എന്നാൽ റൂമിലെത്തിയ അവൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്, എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുമുണ്ട്. ഇനി അടുത്ത ദിവസം ഇന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് ഇഫാനും വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ കൂടെ തന്നെ അങ്ങനെ നിൽക്കും. അതിൽ അവന് ഇനി തിരിച്ചു പോയിക്കോ, ഞാൻ തനിയെ പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഇവൾ സമ്മതിക്കുന്നില്ല. അത് ചെക്ക് ഇൻ ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതിൽ ഇവന് പറയും, എന്നാൽ നിനക്കും എൻ്റെ കൂടെ വന്നാൽ മതിയായിരുന്നു, നീ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും. അവസാനം അവനെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് വരുന്നു. അങ്ങനെ പോകുമ്പോൾ അവൾ വീണ്ടും നന്നായിട്ടൊന്ന് ഹഗ് ചെയ്യും. എന്നിട്ട് ഇവനാണെങ്കിൽ പറയും, നിന്നെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ പിന്നെ
ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഇനി ഇഫാനാണെങ്കിലോ അവനിങ്ങനെ പോകുന്നത് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവളാണെങ്കിലോ നേരെ വീട്ടിലോട്ട് വന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നടന്ന് കാണുകയാണ്, ഭയങ്കര ഇമോഷണലായിട്ട്. അതായത് ഇവിടെയാണ് ഞാനും അവളും ഇത്രയും കാലം സന്തോഷമായിട്ട് ജീവിച്ചത്. എന്നിട്ട് അവരുടെ ആ ഒരു നടന്നു പോയ കാര്യങ്ങളും എല്ലാം അവളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർക്കുകയാണ്. അവൾക്ക് നൈറ്റ് വാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ അവന് ഇവൾക്ക് പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഒരുപാട് ആ ഒരു തട്ടലും മുട്ടലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചതും, പിന്നെ അതുപോലെ ഇവനെ നന്നായിട്ട് കെയർ ചെയ്തതും, പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തതും അങ്ങനെ. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് ഒരുപാട് അവനോട് സോറിയൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവിടെ ഇഫാൻ്റെ ബെസ്റ്റി ഉണ്ടല്ലോ, അവൾ ഇവിടെ ഇഫാൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. വെറുതെ വന്നതല്ല, ഇഫാൻ ഒരു വർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇവളുടെ പെറ്റുണ്ടല്ലോ പൂച്ച, ആ ഒരു പൂച്ചയ്ക്ക് ഇവൾ തീറ്റ കൊടുക്കണം. എന്നാൽ ഇവൾ തനിയെ വന്നതല്ല, ഹോനും കൂടെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒരുപാട് അവൻ്റെ ഫുഡുകളെല്ലാം ഇവിടെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടാകും. അവൾ 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞതാണ് കാരണം. ഏതായാലും ഇവർ വന്നപ്പോൾ ഇവൾ വെറുതെ ഇഫാൻ്റെ റൂമിലോട്ട് കയറും. എന്നാൽ ഈ റൂമിലാണെങ്കിലോ അസ്വാഭാവികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇവളുടെ ഡ്രസ്സ് ഒന്നുപോലും അവിടെ കാണുന്നില്ല, ബെഡൊക്കെ എല്ലാം ക്ലീൻ ആക്കി ഇരിക്കുന്നു, അവളുടെ ഒരു സാധനവും അവിടെ ഇല്ല. എന്തോ ഒരു വശപശക ഫീൽ ചെയ്യുന്നുണ്ട്. വെറും 2 ദിവസത്തിന് പോയ ആൾ എന്തിനാ ഈ റൂം ഇത്രയും കാലിയാക്കി പോകുന്നത് എന്നൊരു സംശയം. പിന്നെ ഇഫാനെ വിളിച്ചു നോക്കുമ്പോഴോ അവളെ കോൾ കിട്ടുന്നതേയില്ല. എന്നിട്ട് ഇവന് ഈ ഒരു ബെസ്റ്റ് സംശയം പറയുന്നുമുണ്ട് ഈ ഒരു ഹോനോട്. ഹോനാണെങ്കിൽ എന്നാൽ ഞാനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞതും പിന്നെ കാണിക്കുന്നത് ഞാൻ ധൃതി പിടിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആയിക്കൊണ്ട് ഓടി വരുന്നതാണ്. ആക്ച്വലി ഞാൻ അവന് ഹിഹയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ എത്തിയ കാര്യം ഇവിടെ ഇഫാനെ മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവളെ കിട്ടുന്നില്ലല്ലോ, അങ്ങനെ മെസ്സേജ് ത്രൂ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കോൾ വന്നത്. പിന്നെ അവന് ഒട്ടും തന്നെ നേരം വൈകിച്ചില്ല, വേഗം എത്തുകയാണ്. എന്നാൽ ഇവരെ ഇങ്ങനെ ഇവളിന് വരുന്നതും നോക്കി നിൽക്കുന്നുണ്ട്. ഇവന് വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് എത്തിയത് കൊണ്ട് തന്നെ നീ എന്താ പറന്നു വന്നതാണോ, എന്താ എത്ര പെട്ടെന്ന് എത്തിയത് എന്നൊക്കെ ചോദിക്കുന്നു. ഏതായാലും അവന് അതൊന്നും നോക്കാൻ തന്നെ നേരമില്ല. നേരെ ഇഫാൻ്റെ റൂമിലോട്ട് കയറിയിട്ട് നോക്കുമ്പോൾ ശരിയാ, അവളുടെ ഒരു സാധനം പോലും ആ ഒരു റൂമിലില്ല. അവനിക്കും അവൾ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഈ ഹോന് പറയുന്നുണ്ട് അവൾ ചിലപ്പോൾ അവളുടെ അമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടാകും എന്ന് പറയുന്നു. എന്നാൽ ഞാൻ അറിയാം അതിന് ഒരിക്കലും ചാൻസ് ഇല്ല എന്ന്. അങ്ങനെ അവനിങ്ങനെ തെരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ റൂമിൽ നിന്നും ഒരു ലെറ്റർ കിട്ടുന്നത്. ആ ലെറ്റർ ഇവന് ഭയങ്കര ടെൻഷനായിക്കൊണ്ട് വായിക്കുകയാണ്. അതിൽ പറയുന്നത് അവൾ പോവുകയാണ്, പിന്നെ ഒരു ഗുഡ് ബൈ പോലും പറയാൻ പറ്റിയില്ല, എൻ്റെ ഒരു അവസ്ഥ അതായിപ്പോയി. പിന്നെ ഞാൻ പണ്ട് നിന്നെ വിട്ട് പോയതുപോലെ എനിക്ക് ഇപ്പോഴും ഒരു റീസൺ ഉണ്ട്, നീ എന്നോട് ക്ഷമിക്കണം. പിന്നെ എന്നിട്ട് അവൻ്റെ ഒരു ഫ്യൂച്ചർ ലൈഫിന് അവൾ ഒരുപാട് വിഷ് ചെയ്യുകയാണ്. എന്നിട്ട് അവളെ ഇനി തിരയരുത്, നീ നല്ല പോലെ ജീവിക്കണം എന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ടതും ഇവനാകെ തകർന്നു പോയി. ബെസ്റ്റിയും എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാലും ഇവന് അങ്ങനെ അങ്ങോട്ട് ഇവളെ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. ഇവന് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്, അതും ഒരു കംപ്ലൈൻറ്റ് മിസ്സിങ് എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പോലീസ് ഇവളെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവനോട് ചോദിച്ച് അറിയുന്നുണ്ട്. അപ്പോൾ ഇവർ ജസ്റ്റ് ലവേഴ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ പോലീസ് ആസ് യൂഷ്വൽ അവൾ എന്തെങ്കിലും ക്യാഷ് അടിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ, അതോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവളുടെ ഫാമിലിയെ കോൺടാക്ട് ചെയ്ത് നോക്കാം, നമ്പർ തരാൻ പറയുമ്പോൾ ഇവൻക്ക് ആക്ച്വലി അവളുടെ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ലെന്ന് പറയുമ്പോൾ പിന്നെ പോലീസ് തന്നെ അത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും. എന്നിട്ട് അമ്മ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഈ അമ്മക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനോട് തീരെ താല്പര്യമില്ലായിരുന്നു, അവളെ പിന്തിരിയണം എന്നൊക്കെ ഒരുപാട് തവണ ഉപദേശിച്ചിട്ടുണ്ട്, ഇവൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പോലീസ് ഇവനോട് പറയുകയാണ്. പിന്നെ അത് മാത്രവുമല്ല ഇവർ തമ്മിൽ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാകും, അപ്പോൾ അമ്മ അങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ വെറും അമ്മ അങ്ങനെ അന്വേഷിച്ച് ഫോൺ ചെയ്ത് വെച്ച് വേറെ ഒന്നും അമ്മ അന്വേഷിക്കുന്നില്ല. അതിൽ പിന്നെ ഇവന് ചോദിക്കും വേറെ ആ അമ്മയ്ക്ക് ഒന്നും അറിയണ്ടേ എന്ന്. അവരുടെ സംസാരത്തിൽ വിഷമമുള്ളതുപോലെ ടെൻഷനുള്ളതുപോലെ, അതും സ്വന്തം മക്കളെ കാണാതായതല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഈ ഒരു പോലീസുകാരൻ പറയും അങ്ങനെ സംസാരത്തിലൊക്കെ അങ്ങനെ തോന്നി, പക്ഷേ അവരിവിടെ വരാനോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് തരാമെന്നോ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ഇവനക്ക് വല്ലാത്തൊരു ഫീലിംഗ്, കാരണം അവളും അമ്മയും അല്ലെങ്കിൽ അവളും ആ ഒരു ഫാമിലിയും തമ്മിലുള്ള എത്രത്തോളം അകൽച്ചയിലാണെന്ന് ഇവൻ അവിടെ വെച്ച് മനസ്സിലാക്കിയാണ്. എന്നിട്ട് പോലീസുകാരൻ പറയും അവനോട് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ ഇവർ വേണ്ട വിധത്തിലൊക്കെ അന്വേഷിച്ചോളാം, പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാനൊക്കെ പറയുന്നു. എന്നാൽ അവനോട് പോകാൻ പറഞ്ഞിട്ടും അവൻ പോകുന്നില്ല. അവൻ അവിടെ തന്നെ ഇരുന്നിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്.
എന്നാൽ അതേസമയം ഇവിടെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇഫാന് അവൾ പോയിരിക്കുന്നത് ചൈനയുടെ മറ്റൊരു ഭാഗത്തായ ഹോങ്കോങ്ങിൽ. അവളുടെ സാധനങ്ങളൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. അവൾ ആക്ച്വലി ഇവിടെ പണ്ട് ഇവളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇഷ്യൂ കാരണം ഇവൾ ഈ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി വന്നത് ഈ ഒരു നാട്ടിലാണ്. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് അവൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് റൂമും എല്ലാം ഇങ്ങനെ തപ്പുകയാണ്. എന്നാൽ അതേസമയം ഇവിടെ ഞാനാണെങ്കിലോ അവളെ കാണാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഹോൻ ഇവിടെ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അവൾ വന്നോളും, അവൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാകും, അവൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നത് അവൾക്ക് ഈ ഒരു ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അവളുടെ ഫാമിലി, അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറയാൻപ്പെട്ട ആരുമില്ല, എന്നാൽ എല്ലാവരും ഉണ്ടായിട്ടും തന്നെ എന്നിങ്ങനെ പറയുന്നു. അതിൽ ഈ ഒരു ബെസ്റ്റ് പറയും, അവൾക്ക് ഫാമിലി, അവളുടെ ഫാമിലി അല്ലേ നമ്മളെല്ലാവരും, അപ്പോൾ അവളിങ്ങനെ പോകാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനും പറയും, അതെ ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അവൾക്ക് നമ്മളെ ആരും വിശ്വാസമില്ല എന്ന കാര്യവും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഹോനോട് പറയും, നമുക്ക് അവളെ കണ്ടുപിടിക്കണം, അവൾ എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവനോട് കുറച്ച് ദിവസം അവധിയെടുക്കാൻ പറയുകയാണ് ഇവളെ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ ഇഫാൻ ആണെങ്കിലോ ഇതൊന്നും അറിയുന്നില്ല. അവൾ ഒരു ഹോട്ടൽ റൂം ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും, അവിടെ താമസിക്കാനുള്ള പരിപാടിയാണ്. ഇനി അടുത്ത ദിവസം ഞാനാണെങ്കിലോ അവൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവൻ ആദ്യം തന്നെ വരുന്നത് ഇവിടെ ഇഫാന് അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കാലം അവളുടെ മുത്തശ്ശൻ്റെ അടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ വീടിൻ്റെ അടുത്തോട്ട് വരികയാണ്. മുത്തശ്ശി ഓൾറെഡി മരിച്ചിട്ടുണ്ട്, എന്നാലും അവൾ ഇവിടുത്തെ പരിചയത്തിൽ വെച്ചിട്ട് ആരുടെ അടുത്തുണ്ടെങ്കിലോ എന്ന് അവൻ സംശയിച്ചുകൊണ്ട് എങ്ങനെ ആ ഒരു അഡ്രസ്സും വെച്ചിട്ട് പറയുന്നു. പിന്നെ ഈ ഒരു അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ ഇവിടെയാണ് അവളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ പിന്നെ ഇവൾ ഹാപ്പി ആയിരുന്ന ഒരു കാലം അതായിരുന്നു എന്നും പണ്ട് ഇവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു സംശയം വെച്ചുകൊണ്ട് വരുന്നു. എന്നാലോ ഇവിടെ അന്വേഷിക്കുമ്പോഴോ ഈ ഒരു മുത്തശ്ശി പറയുന്നത് അവളെ പണ്ട് ഒരു 5-6 വർഷം മുന്നേയൊക്കെ എനിക്ക് അറിയാമായിരുന്നു, പിന്നെ അവളെപ്പറ്റി ഒരു വിവരവുമില്ല, അവൾ ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയും. അങ്ങനെ അവളുടെ ആ ഒരു ഹോപ്പും പോയി. അതിൽ പിന്നെ അവനിക്ക് മനസ്സിലാകും അവൾ ഈ ഒരു സിറ്റിയെ വിട്ടിട്ടുണ്ടെന്ന്. പിന്നെ അവൾ പോകാൻ ചാൻസ് ഉള്ളത് അവളുടെ കോളേജ്, അപ്പോൾ അവിടെയാണ് ഇനി അവൾക്ക് പരിചയമുള്ള നാട്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവളുടെ കൂടെ പണ്ട് താമസിച്ചിരുന്ന ആ ഒരു റൂംമേറ്റിനെ കണ്ടുപിടിച്ചിട്ട് അവളോട് ചോദിക്കുകയാണ്. എന്നാൽ ഇവർ പഠിക്കുമ്പോൾ തന്നെ ഇഫാനെ അവളെ എപ്പോഴും ഒരു ഒറ്റപ്പെട്ടുകൊണ്ടായിരുന്നു, അധികം ആരോടും സംസാരിക്കാറില്ല. പിന്നെ കോളേജ് കഴിഞ്ഞിട്ടും അവൾ ഇഹയിൽ തന്നെ ജോലി വേണമെന്ന് അവൾക്ക് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു, അതും സ്വന്തം നാട്ടിലോട്ട് പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം. അതിൽ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാതിരുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഫ്രണ്ട് പറയും, ആക്ച്വലി ഞങ്ങളത് പലവട്ടം ചോദിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവൾക്കത് പറയാൻ താല്പര്യമില്ലെന്ന്. പിന്നെ ഞങ്ങളത് നിർബന്ധിക്കാറില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ ആദ്യം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അവൾ ഒറ്റ വെക്കേഷന് പോലും നാട്ടിൽ പോകാത്തതൊക്കെ കണ്ടിട്ട്. നമ്മളാണെങ്കിലോ ഭയങ്കര ഈ ഒരു വെക്കേഷൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് ഇവൾ ആ ഒരു സമയം ഉണ്ടായിട്ടും അവൾ പോകാത്തത് എന്ന് പറയുന്നു. ഏതായാലും ഇവളുടെ അടുത്ത് നിന്നും ഇത്രയും കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് അവന് പിന്നെ അവൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു മീഡിയയിലോട്ട് പോകുന്നു. എന്നിട്ട് അവിടുത്തെ ആളോട് സംസാരിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നത് ഇവിടെ ഇഫാന് അവൾ നല്ല പെൺകുട്ടിയായിരുന്നു, നല്ല കാലിബറുള്ള പെൺകുട്ടിയായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അവളെ പറ്റി ഒരു ഇല്ലാത്ത കഥകൾ ഇവിടെ പറഞ്ഞുണ്ടാക്കി. അവൾ അതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കാരണം ആ ഒരു പ്രഷർ കാരണം അത് ഓവർകം ചെയ്യാൻ പറ്റാതെ അവൾ ക്വിറ്റ് ചെയ്ത് പോവുകയായിരുന്നു എന്ന് പറയുന്നു. അത് ഇവിടെ ഞാൻ അറിയാലോ, അവൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെ ആ ഒരു ഡയറക്ടറുമായിട്ടുള്ള ബന്ധം. എന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഇവനിക്ക് അറിയാം. അങ്ങനെ പിന്നെ ഇവൾ പറയും, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അവർക്ക് ആർക്കും തീരെ ഈ ഒരു പ്രഷർ ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ എടുത്തുചാട്ടങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. അതായത് ഇഫാന് പെട്ടെന്ന് തന്നെ ജോലി ക്വിറ്റ് ചെയ്ത് പോയ കാര്യമാണ് ഈ പറയുന്നത്. അത് കേട്ടതും ഞാൻ അത്ര അങ്ങോട്ട് രസിച്ചില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു പെണ്ണിനോട് പറയും, ഒരു പക്ഷേ അത് നിങ്ങളുടെ മകൾക്കാണ് സംഭവിച്ചത്. ഇങ്ങനത്തെ ഒരു ഡയറക്ടറിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു പ്രഷറും താങ്ങിക്കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ അവിടെ തന്നെ ജീവിക്കണം എന്നും ആ ഒരു സിറ്റുവേഷൻ പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ നിർബന്ധിക്കില്ലല്ലോ, നിങ്ങൾ അവരെ രക്ഷപ്പെടുത്താനല്ലേ നോക്കുക എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഈ ഒരു പെണ്ണിൻ്റെ വാ അങ്ങോട്ട് പൂട്ടിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ മനസ്സിലായി അവൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റിയിലും ഇല്ലെന്ന്. പിന്നെ അവൾ ഇനി എവിടെ പോകാനാണ് ചാൻസ്, ഇനി ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അതായത് അവളുടെ ആൻറ്റിയുടെ ആ ഒരു സ്ഥലം, ഇവർ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ആ ഒരു നാടുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇവനെ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവനെ ആ ഒരു അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അതേ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ ഒരു ആൻറ്റി ഇല്ലല്ലോ ഇപ്പോൾ അവിടെ. ആൻറ്റിയും മംഗളും ഇപ്പോൾ ഇത്തിക്കണ്ണിയായിട്ട് അമ്മയുടെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ ഒരു ആൻറ്റിയുടെ മകനുണ്ട് അവിടെ. എന്നിട്ട് ഇവളെ കാണാനില്ല, ഇവളുടെ ബോയ് ഫ്രണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മകൻ പറയുന്നത്, അവളെ പിന്നെയും കാണാതായോ, അവൾക്ക് ഇത് തന്നെയാണോ പണി എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ഞാനൊന്ന് സംശയിച്ചുകൊണ്ട് പിന്നെയും കാണാതായെന്നോ, അതെന്താ അവൾ ഇതിന് മുന്നേയും ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഈ പയ്യൻ പറയും, പിന്നെ അവൾ ഇതേപോലെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട്, പിന്നെ ഇതുവരെ അവൾ വന്നിട്ടേ ഇല്ല ഈ വീട്ടിലോട്ട്. അതിലിവന് ചോദിക്കും അന്ന് പോവാനുണ്ടായ ആ ഒരു സാഹചര്യം എന്താണെന്ന്.
അത് കേട്ടി ഒരു പയ്യൻ നിങ്ങളിങ്ങനെ റിലേഷൻഷിപ്പിലായിട്ടും അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ലേ അതെന്താ റീസൺ എന്ന്. അതിൽ ഇവനില്ലെന്ന് പറയുമ്പോൾ ഇവന് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റും. അതും എനിക്കും കാര്യമായിട്ടൊന്നും അറിയില്ല, എനിക്കന്ന് എക്സാം ടൈമൊക്കെ ആയിരുന്നു, ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു, ഞാൻ നാട്ടിലോട്ട് വരല് തന്നെ വളരെ റെയർ ആയിരുന്നു എന്ന് പറയുന്നു. അതായത് അവൻക്ക് അറിയാം റീസൺ, പക്ഷേ ഇവൻ അറിഞ്ഞിട്ടില്ലത് കൊണ്ട് തന്നെ പിന്നെ ഇവനത് പറയാൻ റെഡിയല്ല. അങ്ങനെ പിന്നെ ഇവന് പോകാൻ നിൽക്കുകയാണ് ഞാൻ. പക്ഷേ അവൻക്ക് ഒരു കാര്യം കൂടി, അവൾ താമസിച്ചിരുന്ന ആ ഒരു റൂം കാണണമെന്ന് പറയുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം, അതിൻ്റെ ഒരു മൂലയിൽ ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു കട്ടില്, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇഫാനും വേണ്ടിയിട്ട് അവർ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ ഒരു റൂമും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഭയങ്കര വിഷമം വരികയാണ്. അവൾ ഇവിടെ എങ്ങനെയായിരിക്കും താമസിച്ചിരിക്കുക, എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ അവനിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണുന്നത് പോലെ ഇങ്ങനെ മനസ്സിലാക്കിയാണ്. എന്നിട്ട് അവനിങ്ങനെ ആ ഒരു റൂം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അവിടെ ഒരു മൂലയിൽ അവളുടെ പഴയ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത ഒരു ബോക്സ് ഉണ്ട്. അതിൽ നിന്നും അവളുടെ കുറച്ച് പേപ്പേഴ്സൊക്കെ പണ്ട് പഠിച്ചിരുന്ന ആ ഒരു പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടുകയാണ്. എന്നിട്ട് അവന് ഭയങ്കര രീതിയിൽ അതിങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് ഇവളുടെ അംബീഷൻ തന്നെ നവമി യൂണിവേഴ്സിറ്റി ആണെന്ന് അവൾ ഭയങ്കര വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാകും. അതായത് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള കാര്യം. എന്നാൽ അവൾ പോയത് അങ്ങോട്ടല്ലല്ലോ. എന്തായാലും ഇവനിങ്ങനെ അത് ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് അവൾ പണ്ട് എഴുതിയിരുന്ന ഒരു പേപ്പർ ഇവളുടെ ഓർമ്മയ്ക്കും വേണ്ടിയിട്ട് അവനത് എടുക്കുകയാണ്. അങ്ങനെ അവിടെയും അവളില്ലെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് പോകാനുള്ളത് ഇവിടെ ആ ഒരു അമ്മയുടെ വീട്ടിലോട്ടാണ്. ആക്ച്വലി ആ ആൻറ്റിയുടെ മകനിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് ആ ആൻറ്റി ഇപ്പോൾ ഇവിടെ ഇവരെല്ലാവരും താമസിക്കുന്ന അതേ സിറ്റിയിൽ അമ്മയുടെ കൂടെയാണെന്ന്. അതിൽ ഇവനാകെ ഞെട്ടിയിരുന്നു. ഏതായാലും ആ അമ്മയും കൂടെ കാണാമെന്നും വിചാരിച്ചിട്ടാണ് അവൻ വരുന്നത്. അങ്ങനെ അഡ്രസ്സും തപ്പിപ്പിടിച്ച് അവിടെ എത്തുന്നു. എന്നാൽ അവന് മറ്റൊരു കാര്യം കാണുന്നുണ്ട്. അതായത് ഇവളെ ഭീഷണിപ്പെടുത്തുന്ന അങ്കിള് ഒരു സെക്യൂരിറ്റി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ തന്നെ ജോലിക്ക് പോകുന്നു. അത് കണ്ടതും പിന്നെ അമ്മയെ കാണാൻ നിൽക്കാതെ ഈ ആനി നേരെ അയാളെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ അയാൾ എത്തിപ്പെടുന്നതോ ഇവിടെ ഇഫാൻ വർക്ക് ചെയ്തിരുന്ന അതേ ആ ഒരു മീഡിയയിൽ. എന്നിട്ട് അയാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഇഫാൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇവനെ കണ്ടതും യാനെ പരിചയമുണ്ടല്ലോ. എന്നിട്ട് പറയും ഇഫാൻ ഇതെന്ത് പറ്റി, അവൾ പെട്ടെന്ന് ഇന്നലെ റിസൈൻ ചെയ്തു പോയല്ലോ, എന്നിട്ട് അവൾക്ക് ഏതെങ്കിലും വലിയ ഓഫർ വന്നതാണോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൺഗ്രാറ്റ്സ് പറയണം എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവനും അതേ എന്ന രീതിയിൽ അവൻ പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ഒരു സെക്യൂരിറ്റിനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ഇവൻ പറയും അവരിപ്പോൾ അടുത്ത് ഒരു മാസമായിട്ടുള്ള ചാർജ് ചെയ്തിട്ട് നല്ല ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഏതായാലും ഇവനക്ക് നേരെ വൈകിയത് കൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് തന്നെ പോകും. എന്നാൽ ഈ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ ഇങ്ങനെ ഒരു കാർ നിൽക്കുന്നത് കണ്ട് തന്നെ അതിലുള്ള ആ ഒരു ഡ്രൈവറെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഞാനാണെന്ന് മനസ്സിലാക്കുന്നു. അതിൽ പിന്നെ ഇവനെ ഒന്ന് അവനിങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോപ്രാങ്കിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിലും ഞാൻ അവനോട് എന്തെന്നില്ലാത്ത ഭയങ്കര ദേഷ്യം. പെട്ടെന്ന് തന്നെ കാറ് ഹെവി സ്പീഡിലാക്കിയിട്ട് നേരെ അവൻ്റെ അടുത്ത് വന്നിട്ട് സഡൻ ബ്രേക്ക് അങ്ങോട്ട് ഇടും. അവൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എന്നാലോ യാൻ്റെ പക തീർന്നിട്ടില്ല. എന്നിട്ട് ഇനി നിന്നെ വീണ്ടും കാണാമെടാ എന്ന രീതിയിൽ ഒരു ചിരി ചിരിക്കുകയാണ് ഈ ഒരു അങ്കിള്. ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് ബെസ്റ്റിയെയും ഹോനെയാണ്. ബെസ്റ്റി ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഇഫാന് അവൾക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നോട് അതൊന്നും ഷെയർ ചെയ്യാതെ അവൾ ഈ ഒരു ലൈഫിൽ നിന്ന് തന്നെ ഓടി ഒളിച്ചില്ലേ. അപ്പോൾ എന്തായിരിക്കും അവളുടെ പ്രശ്നം? പിന്നെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോയിട്ട് ഒരു ഫ്രണ്ടായിട്ട് പോലും അവൾ കണ്ടിട്ടില്ലേ, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ അവളുമായിട്ട് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്ന കൂട്ടത്തിൽ ഹോനോട് പറയുന്നുമുണ്ട്. അതിൽ ഹോൻ അവളെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും, അവളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മാറുമ്പോൾ അവൾ തനിയെ വന്നോടും എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ബെസ്റ്റിക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതായത് ഇഫാനാണ്. എന്നാൽ ഇഫാനാണെന്ന് കണ്ട് അവൾ ഭയങ്കര ഷോക്കാകും. ഇഫാൻ പറയുന്നത് അവൾ ഫ്രീ ആണോ ഇഫാൻ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇഫാൻ അവൾക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഇഫാനോട് ഇവൾ എന്താ പറ്റിയത്, ഇനി ഇത് എവിടെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അതിൽ ഇഫാൻ ഭയങ്കര കൂളായിട്ട് ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, നീ വിഷമിക്കണ്ട, ഞാനിവിടെ സേഫാണ്, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഹാപ്പിയാണ്, പിന്നെ ഇനി മുതൽ ഞാൻ ഇവിടെ ആയിരിക്കും, പിന്നെ നിന്നോടൊന്നും ഞാനൊരു ഗുഡ് ബൈ പോലും പറയാതെ വന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയും. എന്നിട്ട് അതിൽ ഈ ഒരു ഫ്രണ്ട് പറയുന്നത്, നീ പോയതിന് ശേഷം ഞാൻ എത്രത്തോളം വിഷമിച്ചെന്നറിയോ, പിന്നെ നിന്നെ പറ്റി ഇങ്ങനെ ഓർക്കും, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭയങ്കര ബിസി ആകും നിൻ്റെ ആ ഒരു ഓർമ്മ വരാതിരിക്കാൻ. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പോകട്ടെ, അവനെ നീ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അവൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നീ ഒന്ന് ഓർത്തിട്ടുണ്ടോ? ഒരുപാട് വർഷത്തിൻ്റെ ആ ഒരു പ്രയത്നത്തിൻ്റെ ശേഷം ഇപ്പോഴേ ഒന്ന് റിലേഷൻഷിപ്പിലായത്, അപ്പോഴേക്കും നീ അവനെ വിട്ടു പോയില്ലേ എന്ന് പറയുന്നു. അത് കേട്ട് ഇഫാനും ഭയങ്കര വിഷമമാകും. എന്നിട്ട് അവളൊന്ന് മടിച്ചുകൊണ്ട് ചോദിക്കും, അവന് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന്. അതിൽ ഈ ബെസ്റ്റ് പറയും, നിനക്ക് തോന്നുന്നുണ്ടോ അവന് ഓക്കെ ആയിരിക്കുമെന്ന്? അവന് ഒരു ഭ്രാന്തനെ പോലെ അലയാണ്, ഇനി ഭ്രാന്താകരുതേ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നു. എന്നിട്ട് അവളോട് ഇതെല്ലാം മതിയാക്കിയിട്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നാൽ ഇഫാന് അതെല്ലാം കേട്ടിട്ട് ഭയങ്കര വിഷമമുണ്ടെങ്കിലും അവളോട് പറയുന്നത് അവളോട് സേഫായിട്ട് നിൽക്കാൻ, എന്നിട്ട് അവളെ പറ്റി ഓർത്ത് വിഷമിക്കരുത്, അങ്ങനെ ഒരു ഗുഡ് ബൈ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവൾ പറയുന്നത്.
എന്നിട്ട് ഇഫാന് പതുക്കെ അവൾ വരില്ല എന്നൊരർത്ഥത്തിൽ അങ്ങനെ സംസാരിച്ചു കൊണ്ട് പതുക്കെ ആ ഫോൺ വെക്കുകയാണ്. അങ്ങനെ അതെല്ലാം കേട്ട ബെസ്റ്റിക്കും ഭയങ്കര വിഷമമാകും, ഇഫാൻ അതിലേറെ. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചു. ഇനി ആ ഒരു ചെറിയ കാര്യം, അതായത് ഇഫാന് ഇവിടെ അവൾ ഹോങ്കോങ്ങിൽ എത്തിയല്ലോ, എന്നിട്ട് അവൾ ഇങ്ങനെ ഇനി എവിടേക്കാണ് പോവുക, എന്താ ചെയ്യുക ഒന്നും അറിയാതെ ആകെ ഇങ്ങനെ സ്റ്റക്കായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവളിങ്ങനെ ഒറ്റപ്പെടുമ്പോൾ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഗെയിം കളിക്കുക. അങ്ങനെ ആ ഒരു ഗെയിം അവൾ ഒരുപാട് കാലത്തിന് ശേഷം അത് വീണ്ടും ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ അവൾ യാനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ അവനെ ഒന്ന് മുട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഗെയിം ഇങ്ങനെ കളിക്കുന്നു, എന്നിട്ട് അതിലൂടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ശരിക്കും അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയായെന്ന് നമുക്കറിയാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.